ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ നമ്മുടെ ഇങ്ങനെ എന്താ പറയുക മൂടികളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാവുന്നൊരു ഐഡിയ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അടപ്പുകൾ ഏത് ടൈപ്പായാലും കുഴപ്പമില്ല, ഇങ്ങനെ ഇത് ഭംഗിയുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മളിത് കവർ ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റില്ല എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് ടൈപ്പ് അടപ്പായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് തയ്ക്കുന്ന എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. തയ്ക്കുന്നവർക്കും തയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം, സ്ഥിരമായിട്ട് തയ്ക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈ അടപ്പിന് ചുറ്റും കവർ ചെയ്യാനായിട്ട് നമ്മൾ ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ ക്ലോത്താണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇത്തിരി കാണാൻ നല്ലൊരു ഷൈനിങ് ഉണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ എടുത്തത്. നിങ്ങളുടെ ഉള്ളത് ഏതാണോ അത് എടുക്കുക കേട്ടോ. ഒത്തിരി കളർഫുള്ളായുള്ള ടൈപ്പും ഡിസൈനുള്ളതൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടപ്പ് വെച്ച് നോക്കുമ്പോൾ അതിന് ചുറ്റും കവർ ചെയ്യാൻ പറ്റാവുന്നൊരു വൈഡ് ഉണ്ട്, ചുറ്റും വൈഡ് അതുപോലെ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ട ഒരു പഞ്ഞിക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു ഡോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനത്തെ ഫൈബർ പഞ്ഞി കിട്ടും. ഇങ്ങനത്തെ ഡോളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഫൈബർ പഞ്ഞിയൊന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തന്നെ ഇതിനകത്തു നിന്നൊക്കെ കുറച്ച് മതിയാവും നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ മതിയായിരിക്കും നമ്മുടെ ഒരു ആവശ്യം നടക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഡോളുകളിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഇത് ഫൈബർ പഞ്ഞി തന്നെയാണ് വെച്ചിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് പിന്നെ ഇല്ലാത്തവർക്ക്, ഡോൾ ഇല്ലാത്തവർക്ക് ആമസോണിൽ നിന്നൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. അത് കിടക്ക കവർ അല്ലെങ്കിൽ പഞ്ഞി അതുപോലത്തെ തലോണ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം മേടിക്കാൻ നല്ലത്. അല്ലാതെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കിട്ടുന്ന സംഭവമാണ്. പക്ഷേ നമ്മളിത് പൈസ കൊടുക്കാണ്ട് നമ്മൾ ഇതിനകത്തുള്ളത് എടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ അടപ്പിലേക്ക് വേണ്ട അത്ര നമ്മൾ ഫൈബർ പഞ്ഞി എടുത്തു. അതിന് ശേഷം ഇത് കവർ ചെയ്ത് നോക്കുമ്പോൾ അത് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ കറക്റ്റാണ്, വൈഡൊക്കെ കറക്റ്റാണ്. അല്ല കറക്റ്റ് വൈഡല്ല എങ്കിൽ നമുക്ക് കുറച്ചും കൂടി വൈഡ് കൂട്ടിയിട്ടുള്ള തുണിയിൽ നിന്ന് എടുക്കേണ്ടി വരും കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിനി ഒരു സൂചി നൂലെടുക്കണം നമുക്ക് ഇത് വെക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫൈബർ പഞ്ഞി ഇല്ല എങ്കിൽ നിങ്ങൾ ഇതുപോലെ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ ക്ലോത്ത് തന്നെ നല്ല കോട്ടൻ്റെ ക്ലോത്ത് നമുക്ക് ഇത്തിരി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഇഫക്റ്റീവായി കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്കിതിന് തുന്നി കാണിച്ചു തരാം എങ്ങനെ എടുക്കേണ്ടതെന്ന്. ആദ്യം ഒന്ന് നമ്മൾ എടുത്തിട്ട് ഒന്ന് കെട്ടിടണം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തണം. അതിന് ശേഷം വേണം ബാക്കി നമ്മൾ തുന്നിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് താഴത്തേക്കും ഒന്ന് മുകളിലേക്കും അങ്ങനെ ആ ലെവലിൽ നമ്മളിത് ഫുള്ളായിട്ട് കവർ ചെയ്ത്, നമ്മുടെ കയ്യിലുള്ള സൂചി ചെറിയതാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം നമ്മൾ സൂചി പുറത്തേക്ക് എടുക്കുക. അതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ താഴത്തേക്കും മുകളിലേക്ക് എന്ന രീതിയിൽ ഫുള്ളായിട്ട് കുറച്ചൊരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഏറ്റവും തുമ്പത്ത് കൂടിയല്ല, ഒരു തുണ്ട് 1/4 ഇഞ്ചോളം എങ്കിലും ഒരു ഉള്ളിലേക്ക് കടത്തി പിടിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കൊരു ഉണ്ട പോലത്തെ ഒരു ഷേപ്പ് കിട്ടിയില്ലേ, റൗണ്ടായിട്ടൊരു ഷേപ്പ് കിട്ടിയില്ലേ. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും, കൃത്യമായിട്ട് കിട്ടും. അതുപോലെ ഞെറി പോലെ വരുന്ന രീതിയിൽ അതൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത ഫൈബർ പഞ്ഞിനെ എത്രത്തോളം ഉള്ളിലേക്ക് കടത്തി വെക്കാൻ പറ്റുന്നോ അത്രത്തോളം ഉള്ളിലേക്ക് കടത്തി വെച്ച ശേഷം നമ്മൾ ഈ കൊട്ട പോലെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക. എല്ലാ ഭാഗവും നമ്മൾ പുറത്തേക്ക് എടുക്കുക. അതിന് ശേഷം നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് താഴത്തേക്ക് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് വലിക്കുക. ആ നൂലുമ പിടിച്ച് വലിച്ചാൽ അത് ഫുള്ളായിട്ട് അത് കവർ ചെയ്ത് വരും. ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിൽ നല്ല അമർത്തി വലിക്കുക. എന്ന ശേഷം നമ്മൾ ഇനി അമർത്തി വലിച്ച ശേഷം നമ്മൾ വീണ്ടും അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് എന്താ പറയുക തുന്നി കൊടുക്കുക, കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കായിട്ട് നമ്മൾ വലിച്ചു നിർത്തിയില്ല, എന്നാലും വലിച്ചു നിർത്തിയാലും അത് അഴിഞ്ഞു പോരും. നമ്മളത് പിടുത്തം വിട്ട് ലൂസ് ചെയ്താൽ അപ്പോൾ നമ്മളതിനനുസരിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഫുള്ളായിട്ട് തുന്നിയെടുക്കുക ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് അത് കെട്ടിട്ട് നിർത്തണം കേട്ടോ. അല്ലാതെ നമ്മൾ വെറുതെ തുന്നിയെടുത്ത് നിർത്താൻ മാത്രമല്ല, ഓരോ പ്രാവശ്യം കെട്ടിട്ട് നിർത്തി സ്ട്രോങ് ആക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം സ്ട്രോങ് ആക്കുക. ആ അടപ്പ് പിന്നെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് അതിനകത്ത് തന്നെ കവർ ചെയ്യണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക.
അപ്പോൾ ഫുള്ളായി നമ്മളത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്ന ശേഷം നമ്മൾ ഇതുപോലത്തെ ഇതിപ്പോൾ നമ്മുടെ ഉടുപ്പുകളും ഉണ്ടായിരുന്ന എന്താ പറയുക വള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ റീയൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ ഉടുപ്പ് നാശമായപ്പോൾ നമ്മളെന്നുള്ള വള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ബാക്കിൽ കെട്ടുന്ന വള്ളിയില്ലേ ഉടുപ്പിൻ്റെ, അങ്ങനത്തെ ഒരു സംഭവം നമ്മളെടുത്തത്. അത് നമ്മൾ മേടിച്ച് വന്നല്ല, വാങ്ങിക്കാൻ കിട്ടും സ്റ്റിച്ചിങ് എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന ഷോപ്പുകളിൽ. പക്ഷേ നമ്മളിത് അതുമൊന്ന് കട്ട് ചെയ്ത് എടുത്തു. ഇപ്പോൾ കളയാൻ പോകുന്ന ഉടുപ്പായ കാരണം കൊണ്ട് അത് നമ്മൾ എടുത്തു തന്നുള്ളൂ. എന്ന ശേഷം നമ്മളതിനെ രണ്ടായിട്ട് നമ്മൾ ഓൾറെഡി രണ്ട് സൈഡിൽ നിന്ന് ആ ഉടുപ്പിൻ്റെ എടുത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഒരു സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അതേ സമയം നമ്മളിപ്പോൾ ഇത് വാങ്ങിയെടുത്തുള്ള സംഭവമാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വള്ളി വാങ്ങിയതാണെങ്കിൽ നമ്മളതിനെ കട്ട് ചെയ്തെടുക്കണം. അത്യാവശ്യം ഒരു കുറച്ച് നീളത്തിൽ എടുത്തിട്ട് മാറ്റിയിട്ടിട്ട് രണ്ട് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് രണ്ട് സൈഡിലേക്കും വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യുമ്മ വെച്ച് കെട്ടണമെങ്കിൽ വാച്ച് പോലെ കെട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ തയ്യൽ മെഷീൻ വെച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് കയ്യുമ്മ ഇങ്ങനെ വെച്ചിട്ട് പിൻ കുഷൻ ഉണ്ടാക്കുന്നത് അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഇത്തിരി വലിയ ലെങ്ത്തുള്ള ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമുക്കത് തട്ടും അതുപോലെയുള്ളൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ചെറിയ ചെറിയ ഡ്രസ്സുകളും ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ കൈമൊക്കെ വെക്കാനത് കംഫർട്ട് ആവുള്ളൂ. അല്ലാതെ വലിയ ഡ്രസ്സ്, ചുരിദാർ, സാരി ബ്ലൗസ് അതൊക്കെ ലൈനിങ് ഒക്കെ ഇട്ടൊക്കെ വെക്കുമ്പോൾ അങ്ങനത്തേനൊന്നും നമുക്കിതൊന്നും ഇങ്ങനെ ചെയ്യണത് അത്ര കംഫർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് സ്റ്റിച്ചിങ് മെഷീനുമേലാണ് നമ്മളതിനെ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ പിന്നുകൾ കുത്തി കാണിച്ചു തന്നതാണ്. അത്യാവശ്യം ഒരുപാട് പിന്നൊന്നും കുത്തി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലൈനിങ് ഇട്ട് വെക്കുന്നതിലും അതുപോലെ നെക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെയാണ് ഇതുപോലെ ഇതൊക്കെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെറിയ രീതിയിൽ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിത് ആവശ്യമുള്ളത്. അപ്പോൾ അത്ര അധികം പിന്നൊന്നും നമ്മളെടുത്ത് ഉപയോഗിക്കില്ല, മീഡിയം പിന്നൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത്രയ്ക്കൊക്കെയുള്ള ലെവലിൽ അതിനുള്ള പിൻ മാത്രമേ നമ്മൾ എടുത്ത് വെക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ പിന്നിൻ്റെ ചെപ്പുമ്മ തന്നെയാണ് വെക്കുന്നത്. പിന്നെ കിട്ടുന്നത് തന്നെ ഒരു ചെപ്പിൽ കറക്റ്റ് ഓർഡർ ആയിട്ടാണ്. പക്ഷെ അത് അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ അപ്പോൾ തന്നെ വെക്കൽ എളുപ്പമല്ല. അത് വാങ്ങിക്കുമ്പോൾ അത് ആ ഒരു പാത്രത്തിൽ കിട്ടുന്നത് നല്ലൊരു കറക്റ്റായിട്ടൊരു വെക്കാൻ പറ്റാവുന്ന രീതിക്ക് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് മുകളിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ഒന്ന് ഇതാക്കാൻ നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് കെട്ടിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഇതിനൊന്ന് മൂടി പിടിപ്പിക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടില്ല. അതിനുശേഷം നമ്മളിത് ഇതുപോലത്തെ ഒരു ലേസ് എടുത്തിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്ത് കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ. ഒന്ന് ചുറ്റും കവർ ചെയ്യാമെന്ന് വിചാരിച്ചു, കുറച്ചും കൂടി ഒരു ലുക്കൊക്കെ ആവാൻ വേണ്ടിയിട്ട് കണ്ടോ. അപ്പോൾ ഈ ഭാഗം നമ്മൾ ആ തുന്നുന്ന ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ലേസൊക്കെ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി നല്ല പ്രത്യേക ഭംഗിയായി കിട്ടും. പിന്നെ നമ്മൾ അവിടെ മാത്രം തന്നെയല്ല, മെഷീൻ്റെ വേറെ സൈഡിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈഡിലേക്കായിട്ടാണ് വെക്കുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്